ഇൻഡോ ടിബറ്റൻ ഭൂട്ടാൻ ബോർഡർ മേഖലയിലൂടെയുള്ള നമ്മളുടെ ബൈക്ക് യാത്ര തുടരുകയാണ്. മെയിൻ റോഡിൽ നിന്നും മലമുകളിലെ സിലരിഗാവോൺ എന്ന ഗ്രാമത്തിലേക്കുള്ള ഒരു റോഡ് കണ്ടിട്ടാണ് നമ്മൾ നേരെ ഇന്നലെ ഇങ്ങോട്ടേക്ക് വച്ച് പിടിച്ചത്. സിലരിഗാവോണെങ്കിൽ സിലരിഗാവോൺ, നമുക്ക് അങ്ങോട്ട് പോവാം. ദൈവമേ മീനുക്കുട്ടി, നീ എന്നെ എങ്ങനെയായി കൊണ്ടുപോകുന്നത്? വണ്ടി കുറച്ചധികം നേരമായിട്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങടെ മുഴുവൻ വിജനതയാണ് കേട്ടോ. ചെറിയൊരു കാട് പോലത്തെ മേഖലയാണ്. അങ്ങനെ കുറച്ചധികം സാഹസിക യാത്രയ്ക്ക് ശേഷം സിലരിഗാവോൺ എന്ന ആ മലമുകളിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെയൊക്കെ കാണുന്ന ഓരോ വീടുകളുണ്ടല്ലോ, ഓരോ വീടുകളും ഹോം സ്റ്റേകളാണ്. ഞാനേ മല കയറി ഇതാ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് വന്നു. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ഇതാ വീടുകളും ഹോം സ്റ്റേകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മൂടൽമഞ്ഞ് മൂടുന്ന നമ്മളുടെ ആ ഒരു പൈൻ കാടുകളും ഒക്കെ കാണാം കേട്ടോ. ഈ ഒരു മേഖലയിലൂടെയുള്ള യാത്രയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതുപോലെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ഒറ്റപ്പെട്ട ഹിമാലയൻ ഗ്രാമങ്ങളാണ്. ഇവിടങ്ങളിൽ അതുകൂടാതെ ഉണ്ടല്ലോ പുതിയ പുതിയ ഹോം സ്റ്റേകളുടെയൊക്കെ പണികൾ ഇതാ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ആക്ച്വലി നല്ല രീതിക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങുന്ന ഒരു ഗ്രാമമേഖലയാണിത്. കുറച്ച് നാളുകൾ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ഈ ഗ്രാമങ്ങൾ കാത്തിരിക്കുന്നത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇതാ ഈ ഒരു ഭാഗത്ത് ഇപ്പം മൂടൽമഞ്ഞ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിലേ നമ്മളുടെ കാഞ്ചൻജുങ്ക റേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഇതാ ആ ഒരു സ്ഥലത്തായിട്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാന്തുല പാസ്സൊക്കെ ആ ഒരു ഭാഗത്തും ഡോക്ലാമൊക്കെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ്. എനിക്കിപ്പോൾ നിങ്ങളെ മേഘം മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ, കാരണം മൊത്തം കോട കയറി കിടക്കുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ഹോം സ്റ്റേകളൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുകയും അങ്ങനെ അതിൻ്റെ റിനോവേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ കണ്ടെങ്കിൽ നല്ല ചെറു വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗങ്ങൾ മുഴുവൻ എല്ലാ ഹോം സ്റ്റേകളാണ് കേട്ടോ. പണിയൊന്നേ നല്ല രീതിക്ക് പാളി. ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത ആ ഒരു മൗണ്ടിൻ്റെ അവിടെ നിന്ന് വിട്ടു വന്നു. ഓക്കെ, ക്യാമറ ലെൻസ് കുത്തി. അയ്യോ, അതവിടെ ഒരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് തിരിച്ചിതാ മെയിൻ റോഡിലേക്ക് ചാടി നോക്കുമ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങിയേ. അപ്പാടെ എനിക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു സ്ഥലം കിട്ടി. ഞാൻ അങ്ങടേക്ക് ഓടിച്ച് വണ്ടി കയറ്റിയേ. ആ തുടങ്ങിയ മഴയ്ക്ക് വലിയ ശമനമൊന്നും കാണുന്നില്ല. ചെറുമഴയും നനഞ്ഞ് ഞാൻ തൊട്ടടുത്തുള്ള പെതോങ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ഏരിയയിലേക്ക് എത്തി. ഇവിടെയുള്ള ഓരോ മലമുകളിലുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ പെതോങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. ചെറു നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കടയുടെ മുമ്പിൽ ആ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് മഴയുടെ കട്ടിയൊന്ന് കുറയുന്നതിനായിട്ട് ഞാൻ മീനുക്കുട്ടിയെ സൈഡാക്കി ആ ഒരു കടയുടെ സൈഡിലായിട്ട് വെയിറ്റ് ചെയ്തു. തിരിച്ച് വീണ്ടും മല ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ടിട്ട് ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണേ. ഇവിടെ നിന്നുണ്ടല്ലോ അതാ ഇങ്ങനെ നോക്കി നിങ്ങൾ താഴോട്ടേക്ക്. ഹായ്, കണ്ട അപ്പുറം നമ്മൾ ആ ഒരു മലയിൽ കാണുന്നത് സിക്കിമാണ് കേട്ടോ. അത് സിക്കിമാണ്. നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാൾ ഇപ്പുറത്തെ മല, അപ്പുറത്തെ മല സിക്കിം. അതുകൂടാതെ അങ്ങ് താഴെ കണ്ടങ്ങൾ മേഘങ്ങൾക്ക് താഴെ അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയാണ് ശരിക്കും നമ്മളുടെ സിക്കിമിനെയും വെസ്റ്റ് ബംഗാളിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയെ. എങ്ങനെയുണ്ട്, നൈസല്ലേ? മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ആ താഴെ നിന്നുള്ള കോടയെല്ലാം കയറി വന്ന് മേലേക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ സൈഡിലായിട്ട് ഒരു വീട് കണ്ടതാണ്. ജസ്റ്റ് ഒരു ഹോം സ്റ്റേ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നീ താഴോട്ടേക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ. നോക്കി നിങ്ങൾ, ഈ ഒരു മലയുടെ തുഞ്ചത്ത് ഇങ്ങറ്റത്തൊരു വീട് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഒന്ന് ഇവിടെ നിന്നാലോ എന്നുള്ളത്. ജസ്റ്റ് ഞാൻ താഴെ ഒരു പുള്ളിക്കാരോട് ചോദിച്ചിട്ടുണ്ട്. പുള്ളി എന്നിട്ടിപ്പോൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞേ. നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ നനഞ്ഞു കുളമാവും. ഇതാണ് മുക്തൻ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഇതാണിത്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ 600 രൂപയുടെ റൂം. ശരിക്കും 3 പേർക്ക് കിടക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുവാണെങ്കിലുണ്ടല്ലോ, ഞാനൊരു കുളിയെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഇതാ ഇരുട്ടായി. കണ്ടങ്ങൾ ഫുള്ള് നക്ഷത്രങ്ങളല്ല, നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് കണ്ട മലയിൽ മുഴുവൻ ലൈറ്റ് തെളിഞ്ഞേക്കുന്നതാണ്. അത്യാവശ്യം എല്ലാ സ്ഥലത്തും സിക്കിമിൻ്റെ സൈഡിൽ ആൾത്താമസമുണ്ട്. നമ്മൾ മുമ്പ് വെസ്റ്റ് ബംഗാളിൽ കണ്ട പോലെ ചെറിയ ഗ്രൂപ്പായിട്ടല്ല കേട്ടോ ഗ്രാമങ്ങളെ, അങ്ങോട്ട് ചെതറി കിടക്കുകയാണ് കേട്ടോ ടൗണ്. ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗത്തുണ്ടല്ലോ ഈ ഒരു വീട്ടുകാരുടെ അവരുടെ കൃഷിയിടങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ മല നേരെ അവസാനിക്കുന്നത് ആ വലിയ പുഴയിലേക്കാണ്. നമുക്ക് ചെവി ഓർക്കുകയാണെങ്കിൽ ആ പുഴയുടെ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റുമേ.
രാത്രിയോട് കൂടി പതുക്കെ ആ ഒരു മഴയൊക്കെ കുറഞ്ഞ് ആകാശം പതിയെ പതിയെ ക്ലിയർ ആയി വരുന്ന കാഴ്ച നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു സിക്കിമിൻ്റെ ഭാഗങ്ങൾ നമുക്ക് തെളിഞ്ഞു കാണുന്നത്. ഇന്ന് അതിരാവിലെ വെളിച്ചം കണ്ട് തന്നെയാണ് നമ്മൾ എണീറ്റത്. ചെറിയ രീതിയിൽ മേഘങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു സിക്കിമിൻ്റെ പട്ടണങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ വീണ വീഴ്ചയിലുണ്ടല്ലോ നമ്മളുടെ ക്യാമറയുടെ ലെൻസിന് കാര്യമായി പറ്റില്ല. അതിൻ്റെ മേലെ ഞാൻ ഒരു ഗ്ലാസ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ്സാണ് പൊട്ടിപ്പോയത്. ഇപ്പോൾ വലിയ കല ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫീൽ ചെയ്യുമായിരിക്കും. ഇന്ന് ക്ലൗഡൊക്കെ വീണ്ടും ആയി തുടങ്ങി. ഒരു തെളിഞ്ഞ കാലാവസ്ഥയല്ലേ, കാലാവസ്ഥ കുറച്ച് ക്ലൗഡി തന്നെയാണ്. ഞാൻ എണീറ്റ് ഇപ്പോൾ സമയം വന്നിട്ട് 10:30 ആ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. ആ ഒരു എഡിറ്റ് ചെയ്യണ്ടായിരുന്ന വീഡിയോ എഡിറ്റ് ചെയ്തു. ഞാൻ ഇന്നലെ രാത്രിയെല്ലാം എണീറ്റ് നമ്മുടെ വണ്ടി എവിടെ ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹോം സ്റ്റേയിൽ തന്നെ തങ്ങാനാണ് പ്ലാന്. നേരെ നമ്മൾ പെദോങ്ങിലേക്ക് തന്നെ പോയി നമ്മൾ ഇന്നലെ വന്ന അതേ പട്ടണത്തിൽ നിന്നും എനിക്ക് കുറച്ച് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഈ ഭാഗത്തുള്ള ആളുകൾ ഓരോ ഗ്രാമങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഷെയർ ടാക്സികളും ഇവിടെ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. ശരിക്കും 4 വീൽ ഡ്രൈവ് വണ്ടികളാണ് കേട്ടോ ഇവിടെ അധികമുള്ളത്. കാരണം മലമുകളിലെ ഓരോ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിലും ദുർഘടമായ പാതകൾ താണ്ടേണ്ടതുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് സെറ്റാക്കി. ഞാൻ ഓൾറെഡി കഞ്ഞി ഇവിടെ വെച്ചു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലേ, അതേ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ്. പിന്നെ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അതുകൂടാതെ പച്ചക്കറിയൊക്കെ മുറിച്ച് ഞാൻ കൊണ്ടുവന്നു. നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടങ്ങൾ മഴക്കാർ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് മുഴുവൻ കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഉള്ളിനെ അവർ കുക്ക് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പുറത്ത് വെച്ച് ചെയ്യേണ്ട വന്നത്. ഇവിടുത്തെ പുള്ളിക്കാരനുണ്ടല്ലോ എന്നോട് ഇവരുടെ കിച്ചൺ തുറന്നു തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പുറത്ത് പോയിട്ടുള്ളേ. അല്ലെങ്കിൽ കിച്ചണിലൊക്കെ പോയി ചെയ്യുന്നതിലും ബെറ്റർ പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങ് ദൂരെയുള്ള നമ്മുടെ സിക്കിം കണ്ടുകൊണ്ട് നമുക്കിങ്ങ് വെസ്റ്റ് ബംഗാളിൽ നിന്നും കുക്ക് ചെയ്യാം. നല്ല ചിക്കൻ കറിയും ചോറും റെഡിയല്ലേ നിങ്ങൾ? നമ്മുടെ പണി പാളിയേ മഴ. അയ്യോ മഴ പെയ്തു തുടങ്ങി. ഞാൻ ആക്കുന്നതിന് അതിൻ്റെ അകത്ത് വെള്ളം നിറയാണല്ലോ. മഴയ്ക്കും തടസ്സപ്പെടുത്താനാവാതെ നല്ല ഗംഭീരമായിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ കഞ്ഞിയും നമ്മൾ വെച്ചു. പിറ്റേ ദിവസം ഉണ്ടല്ലോ അതിരാവിലെ നമ്മൾ കാത്തിരുന്നത് ചെറു മഴ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല കോടമഞ്ഞും കയറിയിരിക്കുന്നു. ശരിക്കും ക്ലൈമറ്റ് ആസ്വദിച്ച് വെറുതെ വിശ്രമിക്കാനാണെങ്കിൽ ഇതിലും നല്ല ഗംഭീരമായിട്ടുള്ള ക്ലൈമറ്റ് വേറെ ഒന്നും കിട്ടാനില്ല. പക്ഷെ നമുക്ക് സമയമില്ല. ഇനിയേ കാത്തു നിന്നിട്ട് കാര്യമില്ല. മഴ കുറയുമെന്ന് തോന്നുന്നില്ല. ചെറുതായിട്ട് തൂളി നിൽക്കുമല്ലേ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ എന്താണ് മഴയുടെ അവസ്ഥ എന്ന് വിചാരിച്ച് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാം കേട്ടോ. എന്തായാലും ഓക്കെ ഭയ്യ, ബൈ ഫിർ മിലെങ്കെ. ഓക്കെ. താഴെ ഭാഗേ പതുക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് തന്നെ. മഴയ്ക്ക് ചെറിയൊരു ശമനം, ഇതിങ്ങനെ മാറിയും കുറഞ്ഞും അങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. ഹായ്. അവിടെ നിന്നുണ്ടല്ലോ കുറച്ചുകൂടി ദൂരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബൈപ്പാസിലോട്ടാണ് കേട്ടോ വന്നിറങ്ങുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള വലിയ റോഡ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പയ്യാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിയിൽ ഇന്നലത്തെ മഴയൊക്കെ കാരണം റോഡ് മോശമാകാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് പോകണമെന്നുള്ളത്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ നല്ല രീതിക്ക് ലാൻഡ് സ്ലൈഡായിട്ട് ഇത് മണ്ണ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം ചെളിയാണ്. സോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി നിലത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പുറകെ ഒരു വണ്ടി വരുന്നുണ്ട്, അത് പോട്ടെ. ആ വണ്ടിക്കാരൻ പോയ ചാലയിൽ കൂടി പോവാം. വണ്ടിയുടെ പുറകെ ഇങ്ങനെ വെലിയുന്നുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ചെടി അത് ഈ ഒരു മഴ കാരണമായതാണ്. എല്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും ആവില്ല. ഇതൊക്കെ കുറച്ച് സ്ഥലങ്ങളാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ഉണ്ടല്ലോ ഭീകരമായ ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് കേട്ടോ. ഇത് ശരിക്കും വല്ലാത്തൊരു റീജിയൻ തന്നെ. ശരിക്കും മേലോട്ടേക്കൊക്കെ നമുക്കൊരു കണ്ണ് വേണം കേട്ടോ. പുതിയ റോഡ് പണിതുകൊണ്ട് നമ്മൾ വന്ന പോലത്തെ ചെറിയ റോഡ് തന്നെ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് നല്ല രീതിക്ക് മോശമാണ് കേട്ടോ. അത് മഴ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു മഴ പെയ്തതാണ് മൊത്തം ചളിക്കുളമാക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഇതിപ്പോൾ ഇവിടെയാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് ചെയ്യുന്നതുകൊണ്ട് വണ്ടി കയറി പോയേ മതിയാവുള്ളൂ. ആ ഒരവസ്ഥയാണ് കേട്ടോ. സൈഡിലൊരു കണ്ണും വേണം. ഷൂവൊന്നും നിലത്ത് കുത്താതെയൊക്കെയായിരുന്നു ഞാൻ നോക്കിയത്. ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മാക്സിമം പെട്ടെന്ന് പോകാമെന്നുള്ളതേ ഉള്ളൂ. ചെളിയല്ല കഴിക്കണേ. എൻ്റെ പോലെ രക്ഷപ്പെട്ടു.
അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതുണ്ടല്ലോ. പിന്നെ മുമ്പോട്ടേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നല്ല രീതിക്ക് റോഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു. അവർ ജസ്റ്റ് JCB ഉപയോഗിച്ച് അതൊന്ന് ക്ലിയർ ആക്കി വെച്ചതേ ഉള്ളൂ. എന്നാലും വിണ്ട് നിൽക്കുന്ന പാടുകളൊക്കെ നമുക്ക് കാണാനാകുന്നുണ്ട്. ഇതുണ്ടല്ലോ, തിരിച്ച് ഈ വഴി എനിക്ക് വരാൻ പറ്റാത്തത്ര രീതിയിൽ റോഡ് മോശമാണ്. പണിയാണല്ലോ. ഇവിടുന്ന് നേരെ അപ്പുറം പോയിട്ട് അവിടെ പോയി ഇറങ്ങി അവിടെ നിന്നും തിരിഞ്ഞ് കറങ്ങി വരാം. അതായിരിക്കും പറ്റും. നല്ല പശമാണ്. എന്താ പോലോ. വലത്ത് സൈഡ് പിടിക്കില്ല, ഇടത്ത് സൈഡ് പിടിക്കുക. വലത്ത് സൈഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് അഥവാ ഇടിഞ്ഞെങ്കിൽ നമ്മൾ താഴ്ത്തു പോകും. കണ്ടോ, അവിടുത്തെ പോലെ തന്നെ വലിയ റോഡായിരുന്നു, ഇടിഞ്ഞ് മൊത്തത്തിൽ പോയതാണ്. എന്നിട്ട് അവർ വീണ്ടും റോഡ് ആക്കിക്കൊണ്ടിരിക്കുക. ഈ ഇടിയൽ അത്ര പഴയ ഇടിയലല്ല, ഇത് കുറച്ച് പുതിയ ഇടിയലാണ് കേട്ടോ. എല്ലാം വലിയ കല്ലല്ല, ശരിക്കും കോൺക്രീറ്റിൻ്റെ അതാണ്. അവരുണ്ടാക്കിയ വാളാണ്, അതാണ് പോയതാ. അങ്ങ് ദൂരെയായിട്ട് നല്ല റോഡ് കാണാം. 2 റൈഡേഴ്സ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിപ്പോൾ പുറകെ വന്നതാണ്. രക്ഷപ്പെട്ടു. കാലൊക്കെ നല്ല ചെളിയായേ. റോഡ് സൈഡിൽ തന്നെ പിന്നെ ഇതുപോലെ കാല് കഴുകാൻ വെള്ളമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. കാല് കഴുകിയിട്ട് പോവാം. ചെളി അങ്ങോട്ട് ചെളി. ഇതാണ് കേട്ടോ ഋഷി ചെക്ക് പോസ്റ്റാണ്. ഇത് സിക്കിമിൻ്റെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാലിംപോങ് ഡിസ്ട്രിക്റ്റ് കഴിയാണ്. അതിനുശേഷം നമ്മൾ സിക്കിമിലേക്ക് കിടക്കും. ഇത് കണ്ട, യെസ്. ഈ ഒഴുകി വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഋഷി നദിയെ. ഈ കാണുന്ന ഋഷി നദിയാണ് ശരിക്കും നമ്മളുടെ സിക്കിമിനെയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഞാനിപ്പം വെസ്റ്റ് ബംഗാളിലും അല്ല സിക്കിമിലും അല്ല എന്നുള്ള രീതി ഈ ഒരു പാലത്തിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. യെസ്, നമ്മുടെ സിക്കിമിൻ്റെ ചെക്ക് പോസ്റ്റ്. ഞാൻ അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും എൻ്റെ പേരും ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിലൊക്കെ കൊടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് സ്പെഷ്യൽ പെർമിറ്റ് ഒന്നും വേണ്ട. പക്ഷേങ്കിൽ ആ ഒരു ചൈനീസ് ബോർഡർ സൈഡിൽ പോകണമെങ്കിൽ വേണമെന്നാണ് പറഞ്ഞത്. നോക്കാം, നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റും അത്രയും ദൂരം പോകാം. ഇപ്പോൾ പെർമിറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ പെർമിറ്റ് എടുക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ പോകുന്ന വഴിയിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുകയാണ്, അവിടെയുള്ള ആളുകളെയൊക്കെ കാണുകയാണ്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഈ വഴി കയറിയതെന്നുള്ളത്. ഇവിടെ നിന്നുള്ള ഈ റോഡ് നേരെ ജുലൂക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ഭൂട്ടാൻ്റെയും അതുപോലെ തന്നെ ടിബറ്റിൻ്റെയും ബോർഡറിലൂടെ പോകുന്ന ഇന്ത്യക്ക് റോഡുണ്ട്. ആ റോഡിലേക്കാണ് ഞാൻ കയറുന്നത് കേട്ടോ. ജുലൂക്ക് എന്ന് പറയുന്ന മേഖല ഉണ്ടല്ലോ, ശരിക്കും കുറച്ചും കൂടി ഇൻറ്റീരിയർ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള റോഡും അത്ര വലിയ റോഡൊന്നുമല്ല, കുറച്ച് ഇടുങ്ങിയ റോഡുകൾ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം നമ്മളൊരു ഇറങ്ങിയതിന് ശേഷം വീണ്ടും റൈറ്റ് സൈഡ് കയറിയാണ് ജുലൂക്കിലേക്ക് പോകേണ്ടത്. ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ രസകരമായിട്ടുള്ള പാലങ്ങളും അതുകൂടാതെ നല്ല രസകരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെൽക്കം ടു ജുലൂക്ക് റീജിയൻ. ജുലൂക്ക് ഇനി 30 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് കടന്ന് നമ്മൾ റംകോളി എന്ന് പറയുന്നൊരു പട്ടണത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു മലയടിവാരത്തിലുള്ള അത്യാവശ്യം കുറച്ച് വലിയ പട്ടണമാണ് കേട്ടോ റംകോളി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും മല കയറുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമാധാനപ്രിയരായിട്ടുള്ള നല്ല സിവിക് സെൻസ് ഉള്ള അത്യാവശ്യം എല്ലാവരും തന്നെ അങ്ങനെ വലിയ പട്ടിണിയിലൊന്നും അല്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിത നിലവാരമൊക്കെ ഉള്ള സിക്കിമിൻ്റെ മണ്ണിലൂടെ ഇനിയിപ്പോൾ മുമ്പോട്ടേക്ക് പോകുമ്പോണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആൾക്കാരും അതുപോലെ തന്നെ ഫ്രണ്ട്ലിയാണ്. എല്ലാം കൊണ്ടും ഒരു നല്ല കറങ്ങാൻ വേണ്ടി വരാൻ വേണ്ടി നല്ല ഒരു സ്ഥലമാണ് കേട്ടോ സിക്കിമേ. നമ്മുടെ മുൻപിലുള്ള മലകളൊക്കെ ഉണ്ടല്ലോ ശരിക്കും മതിൽ കെട്ടിയതുപോലെയാണ് കേട്ടോ. നോക്കി നിങ്ങൾ, 90 ഡിഗ്രി ചെരിവിലാണ് ആ ഒരു പാറയൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ വെട്ടി അങ്ങ് മേലെ അവിടെയൊക്കെ കണ്ട നിങ്ങൾ വീടുകളൊക്കെ കാണുന്നുണ്ട്. ദൈവമേ, ആ റോഡുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഭയങ്കര ആകാംക്ഷാഭരിതനാണ് കേട്ടോ. നമ്മളിനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ ഒരു ഭാഗങ്ങളിലുള്ള അതിദുർഘടമായിട്ടുള്ള പാതകളൊക്കെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ബിയോറയാണ്. ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായിട്ടുള്ള ഡോക്ലാമില്ലേ, അങ്ങോട്ടേക്കൊക്കെയുള്ള പാത ഇത് തന്നെയാണ് കേട്ടോ. പെർമിറ്റ് ഇല്ലാതെ ലിങ്ക് താമിലെ ചെക്ക് പോസ്റ്റ് ഇവിടം വരെ വരാൻ പറ്റത്തുള്ളൂ. ഇനി മേലോട്ട് വേണമെങ്കിൽ പെർമിറ്റ് വേണമെന്നാണ് പറഞ്ഞത്. വണ്ടിയുടെ പെർമിറ്റാണ് നമുക്ക് താഴെ നിന്ന് എടുക്കണം.
അതല്ലാതെ ഇതുപോലെ ആളുകൾക്ക് വേണ്ട പെർമിറ്റ് പക്ഷേങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ കയ്യിൽ വണ്ടി ഉള്ളതുകൊണ്ട് എന്തായാലും താഴെ പോയി എടുത്തേ മതിയാവും. നമുക്ക് താഴെ പോയി പെർമിറ്റ് കിട്ടുമെന്ന് നോക്കാം. 50 കിലോമീറ്റർ താഴോട്ടേക്ക് ഇറങ്ങണേ. ഞാൻ വരുമ്പോൾ കാണിച്ചു തന്നാൽ വലിയ ടൗണില്ലേ, അതിനായിരുന്നു ടൗൺ. എന്തായാലും എനിക്ക് തിരിച്ചിറങ്ങണം എന്നുള്ളതാണ്. നേരെ നമ്മളുടെ മാർക്കറ്റ് ഏരിയയിൽ വന്നിട്ട് ഇവിടെ ഈ ട്രാവൽസിൻ്റെ ഇവർ തന്നെയാണ് കേട്ടോ, ഓൺലൈനാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. നമ്മളിതാ ഋഷി ഇവിടെ നിന്ന് കയറി ജുലൂക്ക്, ഇത് തമ്പി വ്യൂ പോയിൻ്റ്, ലുങ്താങ്, നദാങ്, തുക്ല, ഇതിങ്ങനെ കയറി ഇങ്ങനെ വരും കേട്ടോ. ഗാങ്ടോക്ക് ഒരു സർക്യൂട്ട് പോലെയാണ്. അപ്പം ആ റൂട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ പെർമിറ്റ് ഇവിടെ നിന്ന് ചെയ്യാം. 1200 രൂപയാണ് എന്നോട് പെർമിറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. സാധനമൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ നാളെ രാവിലെ അത് റെഡി ആവത്തുള്ളൂ കേട്ടോ. ഇന്നത്തെ ടൈം കഴിഞ്ഞു. എന്നാലും ആ ഒരു മലയുടെ മേലെ കയറി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1200 രൂപയുള്ള ഒരു പെർമിറ്റ് എടുക്കണ്ടേ. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് മല കയറിയാൽ നമുക്കൊന്ന് മഞ്ഞുമലകളൊക്കെ ഒന്ന് കണ്ടു കളയാം. റോങ്ക്ലി എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ലോക്കലി ഉള്ള ഒരു സ്ഥലം കറങ്ങാമെന്നുള്ളത്. ഇവിടെ അങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്നുള്ളത് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളെ കയറി വന്ന വഴിയെന്ന് നോക്കി നിങ്ങൾ, ഇതാ ഈ ഒരു മലയുടെ മേലിലും നെൽകൃഷിയാണ് കേട്ടോ. അത് നമ്മളുടെ ടെറേസ് ഫാമിംഗ് രീതിയെ. അതുകൂടാതെ ഇതാ ഈ ഒരു മലയുടെ താഴെ ഭാഗത്തുമുണ്ട്. കണ്ടങ്ങൾ നൈസ്. ഇവരൊരു സ്ഥലവും വിടാതെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു ഭാഗത്ത് കാണുന്നത് ഇഞ്ചിയാണ് കേട്ടോ, അത് ഇഞ്ചി കൃഷിയാണ്. പിന്നെ നമ്മൾ പോകേണ്ട ഒരു മലനിരകളില്ലേ, അതിതാ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മല കയറി അങ്ങ് മേലെ അങ്ങോട്ടേക്കാണ് കേട്ടോ. നമുക്ക് നാളെ പോകേണ്ട മലനിരയാണ് കേട്ടോ. അതെ, ഇന്ന് പോകേണ്ടത് ഈ ഒരു മലനിരയാണ്. ആ മലനിരയാണ് നമ്മൾ ഈ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ഇടവഴികളാണ്. ഇതുണ്ടല്ലോ മെയിൻ റോഡിൽ നിന്നൊക്കെ ഞാൻ വിട്ട് മേലോട്ടേക്ക് കയറി കേട്ടോ. സിക്കിമിലുണ്ടല്ലോ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ എത്ര മലയുടെ മുകളിലുള്ള ഇന്ത്യയിലെ ഗ്രാമങ്ങളാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലായിടത്തേക്കും ഇതുപോലെ റോഡ് കണക്ടിവിറ്റികളുണ്ട് കേട്ടോ. അതും അത്യാവശ്യം ഈ ഒരു ബ്ലാക്ക് ടോപ്പൊക്കെ ചെയ്ത റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ടൗണുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കുറേം കൂടി എളുപ്പമാണ്. ഈ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അവർക്ക് ടൗണിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. മല കയറിയ ഞാൻ കുറേ മേലോട്ടേക്ക് എത്തി. ഇത് ഇവിടുത്തെ ഒരു പലചരക്ക് കടയാണ്, ഈ ഗ്രാമത്തിൻ്റെ ആണ് എന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾ വേറെ കാഴ്ച കാണിച്ചു തരാം. ഇതുണ്ടെങ്കിൽ ഈ റൗണ്ട് ഇതിൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ മറ്റേ നമ്മളുടെ ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങുന്ന അല്ലേ, സാധനം തന്നെയല്ലേ, അതേപോലെ ഹെലിപ്പാഡ്. കുറേ പറ്റുകളുണ്ടല്ലോ, ദൈവമേ പണിയായ. എന്തെങ്കിലുമൊക്കെ എമർജൻസി സാഹചര്യങ്ങൾ വരുമ്പോൾ ഒഴിപ്പിക്കാനും അതല്ലാതെ മെഡിക്കൽ കണ്ടീഷൻസൊക്കെ എമർജൻസി ആകുമ്പോൾ ഇവിടേക്കൊക്കെ എത്തിച്ചേരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെയുള്ള ഓരോ ഗ്രാമങ്ങളുടെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലും ഇതുപോലുള്ള ഹെലിപ്പാഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിലിറ്ററിയാണ് ഇങ്ങോട്ടേക്കൊക്കെ ആ ഒരു സമയത്ത് എത്തിച്ചേരുക. ഞാൻ ഈ കാണുന്ന ലേക്കിലേക്കാണ് കേട്ടോ അവിടെ നിന്നും കയറി വന്നത്. അതായത് ആ ഒരു മലയുടെയൊക്കെ ഏറ്റവും മൊത്തം മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുണ്ടെങ്കിൽ ഇവിടെ ഒരു ലേക്കുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്ന വഴികളുണ്ട്. ഇത് മീൻ കുളമാണ് കേട്ടോ. ഇടയ്ക്ക് അവിടെ നിന്ന് തുള്ളുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങ് ആ ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഇതുണ്ടോ അവിടെ ഒരു ബുദ്ധപ്രതിമയൊക്കെ നമുക്ക് കാണാവേ. അതുകൂടാതെ ആ ഒരു ഭാഗത്തായിട്ടുണ്ടല്ലോ താമസിക്കാനുള്ള ഹോട്ടൽസൊക്കെ ഉണ്ട്. അതായത് നോർമലി ഒരു ടൂറിസ്റ്റ് സീസണിൽ അധികം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കെന്തായാലും ഇതിലേ കൂടി ജസ്റ്റ് ഒന്ന് നടക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ പെഡൽ ബോട്ടിംഗ് ഇല്ലേ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും ഓഫ് സീസണാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ മനുഷ്യൻ ഈ നാട്ടുകാരല്ലാതെ പുറത്തു നിന്നുള്ള ഒരു ടൂറിസ്റ്റായിട്ടുള്ള ആയാലും വന്നിട്ടില്ല കേട്ടോ. ഒന്നും കിട്ടിയില്ലേ, ആരും വന്നില്ലേ. ഇവിടുത്തെ അന്തേവാസിയാന്ന് തോന്നുന്നു. ഇവിടെ കൂടാതെ ഉണ്ടല്ലോ ഒരു സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഈ ഒരു വെള്ളത്തിന് എക്സാക്റ്റ് നല്ല പച്ച കളറാണ്. എനിക്കൊന്ന് ഈ ഒരു പായൽ വരുമ്പോൾ ഉണ്ടാവുന്നില്ലേ, ആ ഒരു പരിപാടിയാണ്. പായലുണ്ട് നിറച്ച്. ഒരു കുറച്ച് താറാവ് കൂട്ടങ്ങളൊക്കെ അവിടെ നിന്ന് നീന്തിയിട്ട് കരയ്ക്ക് കയറി നിൽപ്പുണ്ട്. ഈ ലേക്കിന് ഭംഗി കൂട്ടുന്നത് എന്താണെന്നറിയാമോ? അതിന് ചുറ്റുമുള്ള ആ ഒരു പൈൻമര കാടുകളാണ്. കണ്ടില്ലേ ഞങ്ങൾ? ശരിക്കും ഉണ്ടല്ലോ ഇതിങ്ങനെ കാണുമ്പോഴേ നമ്മുടെ നൈനിറ്റാളിൻ്റെ അവിടെയുള്ള ആ ഒരു ലേക്കൊക്കെ പോലെ ഏകദേശം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ നൈനിറ്റാളിൻ്റെ ലേക്ക് നിങ്ങൾ കണ്ടിട്ടില്ല, തിരക്കാണ് അവിടെ, ബഹളം. പക്ഷെ ഇവിടെ ആളുമില്ല, ബഹളവുമില്ല, ഒന്നുമില്ല, പീസ്. ഇവിടെ കണ്ട നിങ്ങൾ ഇതൊരു മൊമോയും അതുപോലെ തന്നെ നൂഡിൽസൊക്കെ കിട്ടുന്ന ചെറിയൊരു ടീ ഷോപ്പ് പോലത്തെയാണ്. അതിനോട് ചേർന്ന് തന്നെ പെഡൽ ബോട്ടുകളില്ലേ, പെഡൽ ബോട്ടുകളുടെ ടിക്കറ്റൊക്കെ കൊടുക്കും. ഫുള്ളി ക്ലോസ്ഡ് ആണ്. നമ്മളായ എൻട്രൻസിൽ നിന്ന് കണ്ടതുപോലെയല്ല,
നോക്കി നിങ്ങൾ, വിശാലമാണ് കേട്ടോ ഈ ഒരു ലേക്ക്. ഉള്ളിലോട്ട് അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുകയാണ്. ഈ ഒരു ലേക്കിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടക്കാനുള്ള ആ ഒരു നടപ്പാത കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും മോർണിംഗ് വാക്കിനും മോർണിംഗ് ഓട്ടത്തിനും ഒക്കെ വരാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇത്. സാധാരണ നമ്മൾ ഗ്രൗണ്ടിന് ചുറ്റുമൊക്കെ അല്ലേ ഓടുന്ന കണ്ടിട്ടുള്ളത്, ഇതിപ്പോൾ ലേക്കിന് ചുറ്റും ഓടാം. സിക്കിമിലുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇതുപോലുള്ള ചെറിയ ഏത് ഇങ്ങനെ ടൂറിസം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും അത് നല്ല രീതിയിൽ വൃത്തിയാക്കി ആളുകൾക്ക് വരാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഇതുണ്ട്. ഇപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഒരു ലേക്ക് വ്യൂ കോട്ടേജാണ്, പല കോട്ടേജുകളുണ്ട്, ഫുഡ് ലോഡ്ജിങ് ഒക്കെ ഉള്ളത്. ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ, അതായത് ഈ ശാന്തി സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ടെങ്കിൽ അതെല്ലാം കോട്ടേജുകളാണ്. അവിടുത്തെ ഒരു ലേക്കിൻ്റെ കാഴ്ചയും കണ്ട് വീണ്ടും ഞാൻ മല കയറുകയാണ്. കുറച്ച് ഇരുട്ടായി, എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടി മൊത്തം ടോപ്പിലെത്തിയിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ കോടമഞ്ഞു കയറിയ വേറെയും ഗ്രാമങ്ങൾ ഇങ്ങനെയുണ്ട്. മലയുടെ മേലേക്ക് കയറുന്നതിന് ഗ്രാമങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അധികം മുമ്പോട്ടേക്ക് പോകട്ടെ, ഇനി പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് വണ്ടി തിരിക്കാം ഇല്ലേ. ഈ മലമുകളിലുണ്ടല്ലോ, ഈ കാണുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ച് അവരുടെ ജീവിതം വളരെ ശാന്തസുന്ദരമായിട്ട് അങ്ങോട്ട് ജീവിച്ച് തീർക്കുന്ന ആളുകളാണ് സിക്കിമിലുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, സിക്കിമിലെ ഇൻകം ടാക്സ് ഇല്ല. നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിലേക്ക് ഒരു അണ പൈസ പോലും നിങ്ങൾ ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യം സിക്കിമുകാർക്കില്ല കേട്ടോ. ആ മുമ്പിൽ പോകുന്ന ബൈക്കിലെ പിള്ളേരുണ്ടോ, അവർ മേലേന്ന് എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ചേസ് ചെയ്ത് വന്നതാണ് കേട്ടോ. കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടല്ലോ, അതുകൊണ്ട്. आपका नाम क्या है? मेरा नाम एडजिन. हाँ एडजिन. एडजिन ओके. इनका पूरा आयुष शेट्टी. ओके. आलंडरलो वो बहुत लोग आया था ना केरल से इधर. हाँ बहुत लोग आया था. हाँ. आपका दोस्त भी है? बहुत है केरला का. अच्छा बढ़िया. भाई का नंबर प्लेट दिखा. हाँ. भाई को फॉलो ऊपर से किया. हाँ. फिर बातचीत करेगा आज. ठीक ठीक. घूमेगा. उधर बसंती खड़ी है. बसंती है. ये मीनकुटी बसंती കൊള്ളാലോ, അടിപൊളി. ഓക്കെ ചലിയേ ഉധർ നീച്ചെ മിൽത്തെ. അപ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് കണ്ട ഞങ്ങൾ നല്ല രീതിയിൽ സൂര്യൻ്റെ ആ ഒരു വെളിച്ചം മാത്രം ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ശരിക്കും സൂര്യൻ അസ്തമിച്ചിട്ടില്ല, ഫുള്ള് കാർമേഘം കയറിയത് കൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഓക്കെ ചലിയേ. സിക്കിമുകാർ പൊതുവെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെയുള്ള ആളുകളോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, ഭയങ്കര വെൽക്കമിങ് ആണ്. ഞാൻ താഴെ ഇറങ്ങിയിട്ടേ അവിടെ തന്നെയുള്ള ഒരു ഹോം സ്റ്റേ, അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഞാൻ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂം എടുത്ത് എൻ്റെ ലഗേജ് അവിടെ വെച്ചിട്ടാണ് ഞാൻ മല കയറി തുടങ്ങിയത്. അവരാണ് എന്നോട് ആ ലേക്കിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കണ്ട 2 പയ്യന്മാരില്ല, അവരെ കിട്ടിയപ്പം അവർ പറഞ്ഞു, ബായോ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് രാത്രിയിൽ. അപ്പം ഞാനും പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങ് ഇരുട്ടായി, എന്നാലും കുഴപ്പമില്ല, പോയി ഒന്ന് മാർക്കറ്റ് കണ്ടിട്ട് വരാം. ബൈ. ഓക്കെ ചാലേ. 2 പേരിൽ ഒരാളുണ്ടല്ലോ, പുള്ളിയുടെ വീട് ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞാൽ, എന്നിട്ട് പുള്ളി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവനുണ്ടല്ലോ കുറേ മലയാളി സുഹൃത്തുക്കളുണ്ട്, മലയാളികളായിട്ടുള്ള. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വന്ന എന്നെ കണ്ടപ്പോഴും അവൻ്റെ വീട്ടിൽ പോകാമെന്നൊക്കെ എന്നോട് പറഞ്ഞേ. പക്ഷേ എങ്കിൽ രാത്രിയായില്ലേ, രാത്രി പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞു രാവിലെ വരാം, എന്നാൽ നമുക്ക് മാർക്കറ്റ് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. റോങ്ലി ടൗണിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്ഭുതകരമായിട്ടുള്ള, എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. ഹായ്. നാട്ടിൽ പടിയൂരാന്നല്ലോ പറഞ്ഞേ. ഞാൻ മണിപ്പാറാണ്. മണിപ്പാറല്ലേ? ആ. ഞാൻ രാവിലെ നമ്മളങ്ങോട്ട് വരും ട്രെയിനിങ്. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഇവൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു ഹോം സ്റ്റേ. ഇത് അവിടെ പോകുന്ന പുള്ളിയുണ്ടല്ലോ, പുള്ളിയുടെ പേര് വിപിൻ എന്നാണ്, ഞങ്ങളുടെ നാട്ടുകാരൻ, പടിയൂരുകാരനാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും എന്നോട് ഇവൻ പരിചയപ്പെടുത്തിയതാണ്. आपका कैसा मालूम उनका? मतलब विपिन सर का? हाँ विपिन सर कब से मैं 3 साल से जाना विपिन सर का. 3 साल से. അതായത് ഇവിടെ മിലിറ്ററിയുടെ ക്യാമ്പുണ്ട്. അപ്പോൾ ക്യാമ്പിലുള്ള അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ
ഇവനും ചെയ്ത് കൊടുക്കലുണ്ടെന്ന്, എന്തൊക്കെ വർക്ക് ഇവനും ചെയ്ത് കൊടുക്കലുണ്ട്, അങ്ങനെയുള്ള പരിചയമാണ്. എന്തായാലും കൊള്ളാം. നാട്ടുകാരെയൊക്കെ ഇവിടെ വെച്ചിട്ട് കാണുന്നുണ്ട്. നമ്മുടെ റോങ്ക്ലി ബസാർ ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഇപ്പം നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളെ ബൈക്ക് ഉണ്ടല്ലോ ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ മേലെ ഭാഗത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ ഒന്ന് താഴോട്ടേക്ക് നടക്കുകയാണ്. ഈ സ്കൂൾ കാ നാം ക്യാ താ പഠാത്ത? ആ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഈ സ്കൂളാണ് അവൻ പഠിച്ച സ്കൂളെന്നാണ് എന്നോട് പറഞ്ഞത്. അച്ഛാ, ഈ ഒരു ബസാറിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടോ പ്രതിമ, അത് നമ്മളുടെ ഇനിയിപ്പോൾ ദുർഗാപൂജ വരാൻ പോവാണ്. അപ്പോൾ ദുർഗാപൂജയ്ക്ക് വേണ്ടിയിട്ട് ദുർഗാപൂജനെ വിശ്വകർമ്മ പൂജ, ഓ ആ വിശ്വകർമ്മ പൂജയ്ക്ക് വേണ്ടിയിട്ട് പ്രതിമ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ദുർഗാപൂജയും വരാനുണ്ട് ഇനിയേ. ഈ മാർക്കറ്റിലുള്ളതുണ്ടല്ലോ സിക്കിമുകാർ മാത്രമല്ല, ഇപ്പം വെസ്റ്റ് ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നൊക്കെയുള്ള ആളുകളുണ്ട്. ഇവിടെ കച്ചവടമൊക്കെ നടത്തുന്നവരിൽ അധികം ആൾക്കാരും പുറത്തുനിന്ന് വന്ന് കച്ചവടം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ആളുകളൊക്കെ ശരിക്കും ബസാറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ചെറിയൊരു ബസാർ കേട്ടോ. ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു നടപ്പാതയൊക്കെ ഇതാണ്ടോ പൂക്കളൊക്കെ വെച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പട്ടികളുണ്ട്, പക്ഷേ ആൾക്കാർ ഭയങ്കര പാവങ്ങളാണ്. അവർ ആ സൈഡിൽ അങ്ങനെ നിന്നോളൂ, നമ്മൾ കയറി ചവിട്ടാണ്ടിരുന്നാൽ മതി. ഇവിടുത്തെ നോർമൽ ഒരു പലചരക്ക് കട, അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ നോർമൽ ഒരു ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റേഷനറി ടൈപ്പ് കടകൾ ഒക്കെ ഇങ്ങനെയാണ്. സബ്സെ സസ്തക്കായ ദാരുവേ. നിങ്ങൾക്കറിയില്ലേ സിക്കിമിലെ ഈ ഒരു മദ്യത്തിനൊക്കെ വിലക്കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വിലക്കുറവുള്ള സാധനം ദാരുവാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അച്ഛാ പോയി മിൽത്തേ. ആയിഷ് പിന്നെ എന്നോടൊരു കാര്യം പറഞ്ഞേ, ഇവിടെ ചില സമയങ്ങളിലൊക്കെ ഈ ഒരു തക്കാളി അല്ലെങ്കിൽ ഉള്ളിയൊക്കെ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ വിലയിൽ ഇവർക്ക് മദ്യം, അതായത് റമ്മൊക്കെ കിട്ടുന്നു കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷേങ്കിൽ നമ്മളുടെ നാട്ടിൽ എത്രമാത്രം എമൗണ്ട് കയറ്റിയാണ് ഓരോ സാധനങ്ങൾ വിൽക്കുന്നതെന്നുള്ളത് ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെ പ്രൈസൊക്കെ അറിയുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. ഓക്കെ, നമസ്തേ റോങ്ക്ലി. ഇവനുണ്ടല്ലോ ഇവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരുവാണ്. ഹൈ, എല്ലാവരും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആഡ് ചെയ്യണം വീഡിയോയിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ചില ആ അച്ഛാ, ഇതുപോലെ ഒരാളെ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാ. അതിൻ്റെ മെയിൻ റോഡിൻ്റെ ഉണ്ടല്ലോ സൈഡിൽ കൂടി വീണ്ടും ഇടവഴികളുണ്ട്. ഈ ചിക്കൻ നോൺ വെജ് ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്താണ് വിൽക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മസ്ജിദ്. നമ്മളൊരു മന്ദിർ കണ്ടു, പിന്നെ ഒരു മസ്ജിദ് കണ്ടു. ചർച്ച ചെയ്തർ ആ അച്ഛാ, ചർച്ച ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. സിക്കിമിൽ പൊതുവെ ഹിന്ദു ബുദ്ധമത വിശ്വാസികളാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ മുസ്ലിം മതവിശ്വാസികളായിട്ട് പുറത്തുനിന്ന് കച്ചവടത്തിനായിട്ട് വന്ന ആളുകളാണ് കേട്ടോ ഉള്ളത്. ഇവിടെ വേറെന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ ഒരു ഇടവഴിയിലൂടെ വിളിച്ചിട്ട് വന്നതാണ്. നോക്കാം എന്താണെന്ന്. ഈ ബസാർ ഉണ്ടല്ലോ ശരിക്കും മെയിൻ റോഡിൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലൂടെ കുറേ ഇടവഴിയിൽ അതിലെയും ഇതിലെയൊക്കെ ഉണ്ട്. ആ ഓക്കെ, ആ ഇവിടെ ഒരു മന്ദിരമുണ്ട്, അതുപോലെ തന്നെ ഒരു ഗുംബയുണ്ട് കേട്ടോ. നൈസ്. വേറെ കാര്യം കണ്ടോ നിങ്ങൾ, ആ ഒരു അമ്പലവും അതുപോലെ തന്നെ ഈ ഒരു ഗുംബയും ഒരുമിച്ചാണ്. അതുകൂടാതെ ട്രെയിൻ വീലില്ലേ, നമ്മുടെ ഗുംബയുടെ ട്രെയിൻ വീലും അമ്പലത്തിൻ്റെ മണിയും രണ്ടും ഒരുമിച്ച് അടുത്തടുത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ക്രിസ്ത്യൻ മതവിശ്വാസികളും നമ്മളുടെ സിക്കിമിലുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളുടെ ബസാറിൻ്റെ കാഴ്ചകൾ ഇവിടെ ഉള്ളത്. നേരെ തിരിച്ച് നമ്മളുടെ മെയിൻ റോഡിൽ വന്നു. പ്രാവുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടേ ഇവർ സെപ്പറേറ്റ് ഒരു വീടെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, വലിയ ഫ്ലാറ്റ്. चिकन लेग पीस स्पेशल है क्या इधर का? സ്പെഷ്യലി പോലെ. അച്ഛാ, ഞങ്ങൾ ഒരുമിച്ച് ചെറിയ രീതിയിൽ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും വീട്ടിലേക്ക്. മഴ ചെറുതായിട്ട് വീണ്ടും പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആയുഷിനെ ഞാൻ വീട്ടിലിറക്കി നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് എത്തി. इसका क्या बोलता है? लोकल नेम इसका सिस्नो का फूल बोलता है. सिस्नो का फूल. फ्लावर. ഓക്കെ. ഇതുണ്ടല്ലോ ഇന്ന് രാത്രിക്കത്തേക്ക് എനിക്കിപ്പം ഇനി ഫുഡാക്കി തരാൻ വേണ്ടിയിട്ട് തിരിച്ച് ഞാനിവിടെ ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ ഇത് കൊണ്ടൊരു കറി വെച്ച് തരാമെന്ന് പറഞ്ഞു എന്നോട്. അച്ഛാ ബനാओ खाएगा मैं? ये खाएगा तो ये आपके हेल्थ के लिए बहुत अच्छा है. हाँ. आप गूगल इट कर सकता है इसको. अच्छा, वो प्रेशर मेंटेन कर रहे हैं ना? और भी बहुत चीज़ इसका फायदेमंद होगा आपके लिए. अच्छा बढ़िया. ബാക്കി ഇതാണ് കേട്ടോ റൂമേ. ഇതുണ്ടോ റൂമിൻ്റെ റേറ്റ് വരുന്നത് 800 രൂപ. ഫുഡ് അടക്കമാണെങ്കിൽ 1000 രൂപ. അപ്പം ഞാൻ ഫുഡ് അടക്കമാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റല്ലേ? സെറ്റാണ് ഫ്രണ്ട്സ്. പറ്റിയതൊരു അബദ്ധമാണ് കേട്ടോ. ആ പൂവില്ലേ, അത് എന്തിൻ്റെ എന്നറിയോ? ചൊറിയണയാണ്, ചൊറിയണം.
ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൂ കുറച്ച് അത് ആക്കുന്നതിന് മുമ്പായിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്തു. ഇപ്പം നാക്കും തൊണ്ടയൊക്കെ ഉണ്ടല്ലോ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കണ്ട പോലെ തോന്നിയായിരുന്നു. പക്ഷേ എങ്കിൽ അതിൻ്റെ പൂ അങ്ങനെ കറി വെക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ എല്ലാ കറി വെക്കും എന്നുള്ളത് അറിയായിരുന്നു, സിക്കിമിൽ ചെയ്യും. പക്ഷെ പൂ എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ കാര്യം ഒരു തീരുമാനമാകും കേട്ടോ. ഇനിയിപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊറിച്ചിൽ മാറുമോ? ഞാനിപ്പോൾ ആ പൂ കഴിച്ചതിൻ്റെ ചൊറിച്ചിൽ ഇനിയിപ്പോൾ എങ്ങനെ മാറും കണ്ടറിയാം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.